നമ്മൾ കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരുപക്ഷെ ദിനോസറുകളുടെ കാലത്തോളം പഴക്കമുണ്ടാകുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജലചക്രം എന്ന ആ ഒരു അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചാണ്. ഇത് വെറുമൊരു സയൻസ് ക്ലാസ് അല്ലാട്ടോ, നമ്മുടെ എല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വലിയ യാത്രയുടെ കഥയാണ്. അതെ, അതായത് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ചരിത്രത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ അത്ഭുതകരമായ പ്രക്രിയയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മുടെ ഭൂമിയിലുള്ള വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ അളവ് ഏകദേശം എപ്പോഴും ഒന്നുതന്നെയാണ്. കോടിക്കണക്കിന് വർഷങ്ങളായി ഇതേ വെള്ളം തന്നെയാണ് ഇവിടെയുള്ളത്. അത് വെറുതെ ഇരിക്കുകയല്ല, തുടർച്ചയായി രൂപം മാറിക്കൊണ്ടും സഞ്ചരിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ ഈ യാത്രയിൽ വെള്ളം എങ്ങനെയൊക്കെയാണ് കാണപ്പെടുന്നത്? പ്രധാനമായും 3 രൂപങ്ങളിലാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദ്രാവകമായിട്ട് പുഴകളിലും കടലുകളിലും, പിന്നെ ഖരരൂപത്തിൽ അതായത് ഐസായിട്ട് മഞ്ഞുമലകളിലൊക്കെ, പിന്നെ വാതകമായിട്ട് നീരാവിയായി നമ്മുടെ അന്തരീക്ഷത്തിലും. അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വെള്ളത്തിന്റെ ഈ തീരാത്ത യാത്രയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ജലചക്രം അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ശരി, അപ്പോൾ ഈ യാത്രയുടെ ഓരോ ഘട്ടത്തിലേക്കൊന്നൊന്ന് പോയി നോക്കിയാലോ? അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് ജലചക്രത്തിന്റെ ഒരു ബേസിക് ഐഡിയ. വെള്ളം ഒരിക്കലും അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അത് വെറുതെ രൂപം മാറിക്കൊണ്ടിരിക്കുകയാണ്. നീരാവിയാകുന്നു, മേഘങ്ങളാകുന്നു, പിന്നെ മഴയായി തിരിച്ചുവരുന്നു. അങ്ങനെ ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു വെള്ളത്തുള്ളിയുടെ കൂടെ ഒന്ന് യാത്ര ചെയ്തു നോക്കാം, അല്ലേ? ഈ യാത്രയ്ക്ക് പ്രധാനമായിട്ടും 4 സ്റ്റേജുകളുണ്ട്. ഓരോ സ്റ്റേജിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതെ, ഈ 4 ഘട്ടങ്ങളും ഒന്നിനൊന്ന് ബന്ധപ്പെട്ടാണിരിക്കുന്നത്. ഏതൊക്കെയാണെന്നല്ലേ? ബാഷ്പീകരണം, സാന്ദ്രീകരണം, വർഷണം, പിന്നെ ശേഖരണം. നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം ബാഷ്പീകരണം. സൂര്യന്റെ ചൂടടിക്കുമ്പോൾ എന്തുപറ്റും? വെള്ളം പതിയെ നീരാവിയായി മുകളിലേക്ക് പോകും. നമ്മൾ കാണാറില്ലേ, നല്ല വെയിലുള്ള ദിവസം റോഡിലൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളം കുറച്ചു കഴിയുമ്പോൾ അങ്ങ് അപ്രത്യക്ഷമാകുന്നത്? അതെ, അത് തന്നെയാണ് ബാഷ്പീകരണം. പിന്നെ ഈ ബാഷ്പീകരണത്തിൽ ചെടികൾക്കും ഒരു റോളുണ്ട് കേട്ടോ. അവയുടെ ഇലകളിലൂടെയും നീരാവി പുറത്തേക്ക് വരും. ഇതിനെ സസ്യസ്വേദനം എന്നാണ് പറയുക. ഇതും അന്തരീക്ഷത്തിലേക്ക് വെള്ളമെത്തിക്കുന്ന ഒരു വഴിയാണ്. ശരി, അപ്പോൾ മുകളിലേക്ക് പോയ ഈ നീരാവിക്ക് എന്ത് സംഭവിക്കും? അത് മുകളിലെത്തുമ്പോൾ തണുക്കും, അല്ലേ? തണുക്കുമ്പോൾ അത് വീണ്ടും കുഞ്ഞൻ വെള്ളത്തുള്ളികളായിട്ട് മാറും. ഈ ഒരു പ്രോസസ്സാണ് സാന്ദ്രീകരണം. ഇതിലൂടെയാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് വരുമ്പോൾ ബാത്റൂമിലെ കണ്ണാടിയിൽ ഒരു ആവി പിടിച്ചിരിക്കുന്നത് കാണാറില്ലേ? ഏകദേശം അതുപോലെ തന്നെ. അങ്ങനെ മേഘങ്ങളിൽ ഈ വെള്ളത്തുള്ളികൾ കൂടിക്കൂടി വരുമ്പോൾ എന്തുപറ്റും? അതിനൊരു പരിധിയിൽ കൂടുതൽ ഭാരം താങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്തു ചെയ്യും? അത് മഴയായിട്ടോ മഞ്ഞായിട്ടോ ചിലപ്പോൾ ആലിപ്പഴമായിട്ടോ താഴേക്ക്, അതായത് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരും. ഇതിനെയാണ് നമ്മൾ വർഷണം എന്ന് പറയുന്നത്. അങ്ങനെ അവസാനം ഈ പെയ്യുന്ന വെള്ളമൊക്കെ എങ്ങോട്ടാ പോകുന്നത്? പുഴകളിലൂടെയും തോടുകളിലൂടെയുമൊക്കെ ഒഴുകി അവസാനം കടലിലെത്തും. കുറച്ചു വെള്ളം മണ്ണിലേക്ക് താഴ്ന്നിറങ്ങി ഭൂഗർഭജലമായിട്ട് മാറും. അപ്പോ ഒരു യാത്ര ഇവിടെ പൂർത്തിയായി. ഇനി അടുത്ത യാത്ര തുടങ്ങാൻ വെള്ളം റെഡിയായി. അപ്പോ ജലചക്രം എന്ന് പറയുന്നത് വെറുതെ മഴ പെയ്യിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി മാത്രമല്ല. അതിനും അപ്പുറം ഇതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. നമ്മുടെ ഭൂമിയെ ഇങ്ങനെ ജീവിക്കാൻ പറ്റിയ ഒരിടമാക്കി മാറ്റുന്നതിൽ ഈ ജലചക്രത്തിന് വലിയൊരു പങ്കുണ്ട്. എങ്ങനെയെന്നല്ലേ? ഇത് നമ്മുടെ ഭൂമിയുടെ ചൂട് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ജലചക്രം ഇല്ലായിരുന്നെങ്കിലോ നമ്മുടെ ഭൂമി ഒന്നുകിൽ ചുട്ടുപൊള്ളുന്ന ഒരു മരുഭൂമി, അല്ലെങ്കിൽ എല്ലാം തണുത്തുറഞ്ഞൊരു ഐസ്കോളം, അങ്ങനെയൊക്കെ ആയിപ്പോയനെ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭൂമിയിലുള്ള ആകെ വെള്ളത്തിന്റെ വെറും 3% മാത്രമാണ് നമുക്ക് കുടിക്കാനും മറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന ശുദ്ധജലം. അപ്പോൾ ഓർക്കണം, ഈ കണക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ എത്രത്തോളം സൂക്ഷിച്ചു വേണം ഈ വെള്ളം ഉപയോഗിക്കാൻ എന്നതാണ്. ഓരോ തുള്ളിക്കും അത്രയേറെ വിലയുണ്ട്. അതുകൊണ്ടുതന്നെ വളരെ കുറഞ്ഞ അളവിലുള്ള ഈ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നമ്മുടെയെല്ലാം ഉത്തരവാദിത്തമാണ്. അപ്പോ ഈ വലിയ ജലയാത്രയിൽ നമുക്കെങ്ങനെ നല്ലൊരു പങ്ക് വഹിക്കാൻ പറ്റും? വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കുറേ ചെറിയ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണത്തിന്, പല്ല് തേക്കുമ്പോൾ ടാപ്പ് വെറുതെ തുറന്നിടാതിരിക്കുക, കുളിക്കുന്ന സമയം കുറച്ചൊന്ന് കുറയ്ക്കുക, പിന്നെ നമ്മുടെ പുഴകളും തോടുകളുമൊന്നും മലിനമാക്കാതിരിക്കുക. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം, പക്ഷേ ജലസംരക്ഷണത്തിൽ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി, അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളിപ്പോൾ കുടിക്കുന്ന ആ വെള്ളത്തുള്ളി ഒരുപക്ഷെ ദിനോസറുകളെ കണ്ടിട്ടുണ്ടാവാം, പർവ്വതങ്ങൾ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ടാവാം. ഒരുപാട് കാലത്തെ ചരിത്രം അതിനുണ്ട്.
ഇനി അതിന്റെ അടുത്ത യാത്ര എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആ യാത്ര മനോഹരമാക്കാം. Thanks for watching. Please like, share and subscribe.